അപ്പോൾ അങ്ങനെ യാത്രകൾ അങ്ങനെ തുടർന്ന് കൊണ്ടേയിരുന്നു. ഇന്ന് നമ്മൾ പോയത് വേറൊരു സ്ഥലത്ത്. ആ ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. UAE എവിടെ പോയാലും പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലത്തെ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. വേറെ ഒന്നുമല്ല, കൈറ്റ് ബീച്ചാണ്. പിന്നെ നമ്മുടെ കൂടെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എല്ലാം കാണിച്ചാൽ എൻ്റെ കൂടെ പോരും എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളി ഓൻ അങ്ങനെ പോകുന്നു. പിന്നെ അവൻ്റെ പിറകെ വെച്ച് നമ്മളങ്ങ് വിട്ടു. അങ്ങനെ സിസ്റ്ററിൻ്റെ കുറേ തള്ളം കെട്ട് ഞാനും അങ്ങ് കുറേ നടന്നു. അങ്ങനെ ഓളെ കൊണ്ട് നേരെ ബീച്ചിൽ കൊണ്ടിറങ്ങിയപ്പോൾ അവർക്ക് ശംഖ് കിട്ടി. അത് മഹാ അത്ഭുതം വെച്ച് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. ഓക്ക് പിന്നെ അതിനോടൊക്കെ ഭയങ്കര ഒരു ക്രൈസാണ്. ഇതിനെങ്ങനെ റൂമിൽ എത്തിക്കാന്നാണ് ഓളോ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പൊന്നെ സിസ്റ്റർ ഏതാ അവിടെ കിട്ടുള്ളൂ, നമുക്ക് ഈ സാധനം വേണം. പിന്നെ കൂടെ ഒന്ന് രണ്ടുപേരെ കാണാനില്ല. ഒരു നോക്കിയപ്പോൾ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ എന്താ രസത്തിൽ കിടന്ന് കളിക്കുന്നു. ഈ ഒരു പ്രകാശം നല്ല നിൽക്കുന്ന ഈ ഒരു LED ലൈറ്റ് ആട്ടോ, നല്ല അടിപൊളി ലൈറ്റ്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് അവിടെ കുറെ പേര് കളിക്കുന്നുണ്ട്. വോളിബോളും ഹാൻഡ്ബോളും അങ്ങനെ ഇതെല്ലാം കളിയും കൊണ്ട് നമ്മൾ കുറെ നേരം അങ്ങനെ. ഇത് പിന്നെ മണിക്കൂറിൽ പേയ്മെന്റ് ഉണ്ട്. ഇത്രയും ഒരു ബഹളം കേട്ടിട്ട് ഈ ഒരു പൂച്ച എന്താ സമാധാനത്തിരിക്കുന്നു നോക്കി. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് തന്നെ കളിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളായാലും ഏതായാലും മണിക്കൂറിന് ഇവിടെ എല്ലാം പേയ്മെന്റ് ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് കൈറ്റ് മാർക്കറ്റിലാണ്. പിന്നെ നമുക്ക് ബോയ്സിന് എല്ലാവർക്കും ഓരോ ഒരു ക്രൈസ് വരുന്ന സാധനം ഉണ്ടല്ലോ, പെർഫ്യൂം. കുറച്ച് നേരം അതൊക്കെ നോക്കി പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ബർഗറിന്റെ ഒരു ഷോപ്പിലാട്ടോ. ഈ എന്താ ചിരി നോക്ക്, ഇപ്പം മേടിച്ച് കൊടുക്കുമെന്നുള്ള സന്തോഷത്തിൽ എങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എന്താ സിസ്റ്റർ ആയിപ്പോലെ ഒരു ബർഗർ അങ്ങോട്ട് മേടിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് കുറേ വെടിക്കെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എമ്മാതിരി വെടിക്കെട്ടൊക്കെ ടപ്പേ എന്നുള്ള വെടിക്കെട്ട് അതൊക്കെ കണ്ട് അങ്ങനെ അവിടെ അങ്ങനെ. പിന്നെ സമയം പോയി നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് അതിനെ സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ.